ഈ മെൻസ്ട്രുവൽ കപ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുമോ? യൂട്രസ് പ്രൊലാപ്സ് ഉണ്ടാവോ ഡോക്ടർ? എന്നുള്ളൊരു കോമൺ ക്വയറിയാണ്. മെൻസ്ട്രുവൽ കപ്സ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഇന്നോവേഷൻ ആണ്. അത് റീയൂസബിൾ ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഓൾസോ ഇത്രയധികം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻസ്ട്രുവൽ ഹൈജീൻ പ്രോഡക്റ്റ് വേറെ ഇല്ല. പക്ഷേ ഇതിൽ കൊണ്ടുള്ള പ്രൊലാപ്സുമായിട്ട് അതിനൊരു ഡയറക്റ്റ് ലിങ്ക് ഇതുവരെയുള്ള ഒരു സ്റ്റഡീസിലും ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു പ്രഷർ മാത്രമാണ്, ഒരു വാക്യൂം പ്രഷർ മാത്രമാണ് അത് എക്സേർട്ട് ചെയ്യുന്നത്. അതൊരു പ്രൊലാപ്സ് ഉണ്ടാക്കാൻ മാത്രം സ്ട്രോങ് അല്ല. നമുക്ക് പ്രൊലാപ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ആണ്. എക്സസീവ് വെയിറ്റ് ഒക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് വെജൈനൽ ഡെലിവറീസ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഡെലിവറീസ്, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. റൈറ്റ്. അല്ലാതെ ഈ ചെറിയൊരു വാക്യൂം പ്രഷറും കൊണ്ട് പുറത്ത് വരുന്ന അത്ര വീക്ക് അല്ല നമ്മുടെ യൂട്രസ്. യൂട്രസിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ലിഗമെന്റ്സ് ഉണ്ട്. അതൊക്കെ വിത്ത് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ഏജ് കൂടുന്തോറും മെനോപോസ് ഒക്കെ ആവുന്തോറും അത് വീക്ക് ആവുന്നു. അങ്ങനെയാണ് ഈ പ്രൊലാപ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുന്നത് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, കീഗൽസ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് ഇൻസേർഷൻ ആൻഡ് റിമൂവൽ പ്രോസസ്സ് വായിക്കുക. അതായത് ഇൻസേർഷൻ്റെ ടൈമിൽ പെൽവിക് ഫ്ലോർ മസിൽസ് റിലാക്സ്ഡ് ആണെന്നൊന്ന് നോക്കുക. ആൻഡ് റിമൂവലിൻ്റെ ടൈമിൽ നമ്മളൊരു വാക്യൂം സീൽ ഉണ്ടാവുന്നുണ്ട്, അതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് ആംപിൾ ട്യൂട്ടോറിയൽസ് ആൻഡ് ഇൻസേർഷൻ ആൻഡ് റിമൂവൽ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അതൊന്ന് കണ്ടിട്ട്, സോ അത് റൈറ്റ് ടെക്നിക് റൈറ്റ് വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ കപ്സ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല.